Watch India's largest kids library only on Jio Hotstar. Download the app now. ഹലോ, ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് അല്ലേ? അതെ, ഞാൻ തന്നെ സംസാരിക്കുന്നേ. നിങ്ങൾ ആരാണാവോ? എന്റെ പേര് കവിരാജ് കൊള്ളക്കാരനെന്നാ. കവിതകൾ കേൾപ്പിച്ച് തന്നെ തല ഞാൻ ഫ്രൈ ആക്കി കളയുവേ. എടോ കവിത കൊള്ളക്കാരാ, എനിക്ക് തന്റെ കവിത ഒന്നും കേൾക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് വേറെ എവിടെയെങ്കിലും ചെന്ന് കവി സമ്മേളനം നടത്തിക്കോ, മനസ്സിലായ? കവിതാ സമ്മേളനം ഞാൻ വെച്ചോളാം. ഈ കവിത പറയുന്നത് നിനക്ക് വേണ്ടിയല്ല, ശിവയ്ക്ക് വേണ്ടിയാ. മനസ്സിന് ആനന്ദമായി ആയിരക്കണക്കിന് മുത്തുകൾ ഇണക്കി രാജാവിന്റെ തോട്ടത്തിൽ തിരഞ്ഞെടുത്താൽ കിട്ടുമല്ലോ. എന്ത് രാജാവിന്റെ തോട്ടം മുത്തുമാല? താൻ എന്തൊക്കെയാ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് കവിത പറച്ചിലാണോ അതോ വെറുതെ ആളായിട്ട് കളിപ്പിക്കാണോ? നീ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല. ശിവയോട് പറഞ്ഞേക്ക് 5 മിനിറ്റിനുള്ളിൽ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കണമെന്ന്. അല്ലെങ്കിൽ വലിയൊരു സ്ഫോടനം നടന്നാൽ കവിത കേൾക്കാൻ നിന്റെ പൊടി പോലും കാണത്തില്ല. പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് ശിവോട് മാത്രം? വേറെ ആരോടും പറഞ്ഞാ എന്താ? കാരണം ശിവകാരനാണ് എന്റെ അനിയൻ ജയിലിലുള്ളത്. അപ്പൊ ഞാൻ അങ്ങ് വിചാരിച്ചു കവിതാ സമ്മേളനം ഇവിടെ തന്നെ ആക്കി കളയാമെന്നുള്ളത്. ശിവയോട് പറഞ്ഞേക്ക് നിന്റെ സമയം വെണ്ണി തുടങ്ങിയെന്ന്. ശിവ, ഹലോ ശിവ, ശ്രദ്ധിച്ച് കേട്ടോളണം. ആ ഗുണ്ടനെ പേടിപ്പിച്ചിരിക്കുകയാണ്. അതായത് ഓക്കെ ലഡു സിംഗ് സാറേ, വേഗം ഇതിന്റെ അർത്ഥം ഞാൻ കണ്ടുപിടിക്കാം. എന്ത് പറ്റി ശിവ? ഞാനൊരു ഗുണ്ടയുടെ അനിയനെ ജയിലിലിട്ടു. അയാൾ ഇപ്പൊ മെസ്സേജ് അയച്ചിരിക്കുന്നു. അതായത് മനസ്സിന് ആനന്ദമായി ആയിരക്കണക്കിന് മുത്തുകൾ ഇണക്കി രാജാവിന്റെ തോട്ടത്തിൽ അന്വേഷിച്ചാൽ കിട്ടുമെന്ന്. ഈ കവിതക്കുള്ളിലാണ് ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത്. എവിടെയോ എന്തോ ബ്ലാസ്റ്റ് ആവാൻ പോകുന്നുണ്ട്. 5 മിനിറ്റിനകം ഉത്തരം കണ്ടുപിടിച്ചില്ലെങ്കിൽ എവിടെയെങ്കിലും പൊട്ടിത്തെറിക്കും. മനസ്സിൽ ആനന്ദമായി, അതിന്റെ അർത്ഥം അയാൾ ഉദ്ദേശിക്കുന്നത് നടക്കുന്നു. അതും അല്ലാതെ ഒരു മാലയിൽ ആയിരക്കണക്കിന് മുത്തുകൾ ഇണക്കിന്ന്. അപ്പൊ അതൊരു മാലയായിരിക്കും അല്ലേ? പച്ച കളറിലുള്ള മാല. തോട്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥോ? എനിക്കറിയില്ല. വേഗം ആലോചിക്ക. ഇതത്ര എളുപ്പമൊന്നും അല്ല. മനസ്സിന് ആനന്ദമായി 1000 മുത്തുകൾ ഇണക്കി രാജാവിന്റെ തോട്ടത്തിൽ അന്വേഷിച്ചാൽ കിട്ടുമെന്ന്. അപ്പോൾ രാജാവ് ആരാണ്? ഞാനാണോ അതോ ലഡു സിംഗ് സാറാണോ? എനിക്ക് തോട്ടൊന്നുമില്ലല്ലോ. ലഡു സിംഗ് സാറിനോട് ചോദിച്ചു കളയാം. ഹലോ ലഡു സിംഗ് സാർ, നിങ്ങൾക്ക് എവിടെയെങ്കിലും പൂന്തോട്ടം ഉണ്ടോ? ഗാർഡൻ പോലെ എന്തെങ്കിലും? എന്ത് ഗാർഡനോ? ഇല്ല, പൂന്തോട്ടമില്ല. പക്ഷെ ഇവിടെ പോലീസ് സ്റ്റേഷന്റെ പുറകെ ഒരു കിച്ചൺ ഗാർഡൻ ഉണ്ട്. വേഗം പറഞ്ഞോളൂ, നമുക്കിനി 30 സെക്കൻഡ് ബാക്കിയുള്ളൂ. വേഗം പറ. അപ്പോ അവിടെ ചെന്ന് ചെക്ക് ചെയ്യൂ. രാജാവ് എന്നാൽ ലഡു സിംഗ് സാർ നിങ്ങളാണ്. പിന്നെ തോട്ടം, അതായത് നിങ്ങളുടെ കിച്ചൺ തോട്ടം. നമുക്ക് എത്രയും പെട്ടെന്ന് കിച്ചൺ ഗാർഡനിലേക്ക് പോകണം. 20 സെക്കൻഡ് ബാക്കിയുള്ളൂ. എവിടെയാണത്? Thank you. വേഗം വരൂ, ലഡു സിംഗ് സാറിന്റെ അടുത്തേക്ക് ചെല്ലാം. കൂടുതൽ അപകടം വരുന്നതിന് മുൻപ്.
ഇത് നേരിയ സ്ഫോടനമാ. ഇനി ഞാൻ ശരിക്കും ഒരു ആപ്പ് വെക്കും. കാരണം ഞാൻ പേര് കേട്ടൊരു കവിയല്ലേടോ. മനസ്സിലായോ? ലഡ്ഡു സിംഗ് സാറേ, ഞാൻ ഒരു കവിത കൂടെ കേൾപ്പിക്കട്ടെ? വേണ്ട വേണ്ട, എനിക്ക് ഇനി ഒരു കവിത കൂടി കേൾക്കാൻ തീരെ ആഗ്രഹമില്ല. ഹംറ്റി ഡംറ്റി sat on a wall. ഹംടി ഡംടി സെറ്റ് ഓൺ എ വാൾ. എടോ, തന്നോടല്ലേ പറഞ്ഞത് തന്റെ കവിത കേൾക്കാൻ താല്പര്യമില്ലേ? അത് Humpty Dumpty had a great fall. തന്റെ ഈ തല്ലുപുള്ളി കവിത പ്രസവം നിർത്തുന്നുണ്ടോ? നിന്റെ സമയം എണ്ണാൻ തുടങ്ങിയിരിക്കുന്നു. വെറും 5 മിനിറ്റ്. ഞാനിപ്പോ ഇനി എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു പിടുത്തമില്ല. പോലീസ് ഡ്യൂട്ടി നോക്കുന്നോ അതോ കവിത കേൾക്കണോ? അതോ വാച്ചിൽ 5 മിനിറ്റ് ആവുന്നത് നോക്കണോ? ശിവ, നീ എവിടെയാണ്? ലഡു സിംഗ് സാർ, ദാ ഞാൻ എത്തി. ശിവ, അവൻ വീണ്ടും എന്നോട് കവിത ചെല്ലാൻ തുടങ്ങി. എന്താണ്? ഹംടി ഡംടി സാറ്റ് ഓൺ എ വാൾ. ഹംടി ഡംടി ഹാഡ് എ ഗ്രേറ്റ് ഫാൾ. ഇത്രയേ ഉള്ളൂ. കവിത മുഴുവനും പറഞ്ഞില്ലേ? മുഴുവൻ കവിത വേണമെങ്കിൽ ഞാൻ നിന്നെ പാടി കേൾപ്പിക്കാം. ഇപ്പൊ ശിവ ഒന്ന് ഇതിനെ കുറിച്ച് ആലോചിക്കട്ടെ. സീരിയസ് മാറ്റർ ആണിത്. അല്ല, എന്താണ് പറഞ്ഞത്? ഹംറ്റി ഡംറ്റി sat on a wall. അതായത് ഹംറ്റി ഡംറ്റി എന്ന് പേരുള്ള 2 പേര് ഏതോ ചുമരില് കയറിയിരിക്കുന്നു. ചുമരിൽ കയറിയിരിക്കുന്ന കാര്യമൊന്നുമല്ല, വേറെന്തെങ്കിലും ആലോചിക്കുക. Humpty Dumpty sat on a wall. Humpty Dumpty had a great fall. എനിക്ക് തോന്നുന്നത് ഈ ഗ്രേറ്റ് ഫാൾ എന്ന് പറയുമ്പോൾ അവൻ ഏതോ ഒരു വലിയ ടവർ താഴെയിടാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ഹംറ്റി ഡംറ്റിയുടെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഹംറ്റി ഡംറ്റി എഗ്സ് ആണ്. ഈ എഗ്സ് എവിടെ കണ്ടുപിടിക്കാം? പോൾട്രി ഫാമോ? ഓ, അപ്പൊ സ്ഫോടനം പോൾട്രി ഫാമിലാണ് നടക്കുക. എടാ റാം, പോലീസ് ഫോഴ്സ് മുഴുവനെ കൂട്ടിക്കൊണ്ട് വേദാസ് പോൾട്രി ഫാമിലേക്ക് ചെല്ലേ വേഗം. അല്ല, ഈ സ്ഫോടനം അവിടെയല്ലേ ഉണ്ടാവാ. നിങ്ങൾ പറഞ്ഞത് വേദനഗരത്തിന്റെ പുറത്തല്ലേ ഉള്ളത്. അയാൾക്ക് അവിടെ അറ്റാക്ക് ചെയ്തിട്ട് ഒരു ബലം ഉണ്ടാവില്ല. അയാൾ പ്ലാൻ ചെയ്തത് നഗരത്തിന്റെ അകത്താണ്. ഈ നഗരത്തിനകത്തുള്ള എക്സ് എന്താണാവോ? നഗരത്തിൽ എക്സ് എന്ന പേരിൽ ഒരു വലിയ കട തന്നെയുണ്ട്. അതിന്റെ പേര് എക്സ് വൺലി എന്നാണ്. അത് നഗരത്തിന് നടുക്കാണുള്ളത്. അതെ, അത് തന്നെയായിരിക്കും. അവിടെ അയാൾ ബ്ലാസ്റ്റ് ചെയ്യാണെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും. വരൂ, എത്രയും പെട്ടെന്ന് അവിടെ എത്താം. ശിവ, അയാളുടെ ഫോൺ വന്നു കഴിഞ്ഞ് വെറും 4.5 മിനിറ്റ് ബാക്കിയുള്ളൂ. വേഗം പോവാം. ഇവിടെ പുതിയതായിട്ട് ആരെങ്കിലും വന്നിരുന്നോ? അതായത് പരിചയമില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും തന്നിട്ട് പോയോ? അല്ലെങ്കിൽ ഇവിടെ വെക്കാൻ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ആരും വന്നില്ല. അതുമല്ലാതെ കുറച്ചു മുമ്പാ കട തുറന്ന. ഇപ്പൊ ഓർമ്മ വന്നു, ഒരു പോസ്റ്റ്മാൻ വന്നിരുന്നു. ആ ലെറ്റർ ബോക്സ് തുറന്ന് എന്തോ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ലെറ്റർ എന്തെങ്കിലും ഇട്ടു കാണുമെന്നാ. എന്താ? ലഡു സിംഗ് സാറേ, ബോംബ് ഇതിനകത്തുണ്ട്. അങ്ങനെ ഒരു മിനിറ്റേ ഉള്ളൂ. ഓഹോ, അങ്ങനെയാണോ ശിവ? എന്നാ നമുക്ക് എല്ലാവർക്കും വേഗം ഒളിഞ്ഞിരിക്കാം. ഇവിടെ എവിടെയുള്ള ഒളിഞ്ഞിരിക്കണ്ടേ? ഇങ്ങനെ കൊഴിഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? സ്ഫോടനം നടന്നാൽ മാർക്കറ്റും ആളുകളും കത്തിച്ചാമ്പലാവും. ഇപ്രാവശ്യം ഏതായാലും രക്ഷപ്പെട്ടു. ഇനി ഏതായാലും ഞാൻ എന്റെ ഈ മൊബൈല് സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവാണ്. അല്ലെങ്കിൽ അയാളുടെ ഫോൺ വീണ്ടും എനിക്ക് വരും.
ഹലോ ലഡു സിംഗ് സാറേ, നല്ല രസമായിരുന്നു അല്ലേ? ഇത്തവണ ശിവയാ നിങ്ങളെ രക്ഷിച്ചേ. ഇനിയിപ്പോ എന്തായിരിക്കും? എടോ, താൻ എന്ത് കളി കളിക്കുന്ന? കവിത എഴുത്തുകാരാ, തനിക്ക് എന്താണോ വേണ്ടത്? എനിക്ക് തന്നെ കവിത കേൾപ്പിക്കണം. നിങ്ങളെ കേൾപ്പിക്കണോ അതോ ശിവയെ കേൾപ്പിക്കണോ? പറ. ഞാൻ സ്പീക്കർ ഓൺ ചെയ്തിട്ടുണ്ട്. താനൊരു കാര്യം ചെയ്തോ, കവിത ചൊല്ലിക്കോ, ഞങ്ങൾ എല്ലാരും കേട്ടോളാം. എന്നിട്ട് തീരുമാനിച്ചോളാം എന്താ ചെയ്യേണ്ടെന്ന്. പറഞ്ഞോ. ഹലോ കവിരാജ് അങ്കിൾ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒളിച്ചും പാത്തും കവിത കേൾപ്പിക്കുന്നത്? നേരിട്ട് വന്ന് കവിത പറഞ്ഞാലല്ലേ രസമുള്ളൂ. വരാം, തീർച്ചയായിട്ടും ഞാൻ മുന്നിലോട്ട് വരാം. അതിനു മുമ്പ് നമ്മുടെ കണക്കുകളൊക്കെ ഒന്ന് തീർക്കട്ടെ. നീ കാരണം എന്റെ അനിയനിപ്പ ജയിലിലല്ലേ? അല്ല, നിന്നെ ഞാൻ വെറുതെ വിടുവത്തെ വിചാരിച്ച. അതിനു മുമ്പ് ഒരു കവിത കേട്ടോളൂ. ചിറ്റപ്പൻ ചിറ്റമ്മയ്ക്ക് വെള്ളിലപ്പള്ളിയിൽ വെള്ളി സ്പൂണിൽ സ്വർണ്ണ ബിസ്ക്കറ്റ് വാരി കൊടുത്തു. സ്വർണ്ണത്തിന്റെ ബിസ്ക്കറ്റോ? ഇത് തെറ്റാണ്. നിനക്കൊന്നും കവിത എഴുതാൻ അറിയില്ലെന്നേ. തെറ്റായാലും ശരിയായാലും ഇനി ആകെ 5 മിനിറ്റായുള്ളൂ. വെള്ളിലപ്പള്ളി എന്ന് പറയുമ്പോ അവിടെ വെള്ളിയുടെ ഒരു കടയുണ്ട്. വേദനഗരത്തിന്റെ പുറത്തായിട്ട് ഒരു ചന്ദ്ര ചോക്കുണ്ട്. അവിടെ ഒരുപാട് പേര് വരാറുണ്ട്. അതും വളരെ ഫേമസ് ആണിത്. എനിക്ക് മനസ്സിലായി. ഇപ്പൊ തന്നെ പോണം. ചന്ദ്രചൗക്ക് ധാബ. മിക്കവാറും അടുത്ത സ്ഫോടനം അവിടെ തന്നെ ആയിരിക്കും. വരൂ. ഹലോ ഹലോ ഓൾ പോലീസ് ഫോഴ്സ്, ഇപ്പൊ തന്നെ ചന്ദ്രചൗക്കുള്ള ചാന്ദ്രി ധാബയിലേക്ക് പോകണം. അവിടെ വെച്ചിരിക്കുന്ന ബോംബ് പൊട്ടാതെ നോക്കണം. ഒരു മിനിറ്റ്, ഞാൻ ശരിക്കും ഒന്ന് ആലോചിക്കട്ടെ. അതായിരിക്കില്ല അവിടെ. ഇല്ല ശിവ, ആലോചിക്കാനൊന്നും സമയമില്ല. ചന്ദ്രചൗക്ക് ഒരുപാട് ദൂരമുണ്ട്. 5 മിനിറ്റിന് അവിടെ എത്തണം. എന്നിട്ട് ബോംബ് എവിടെ വെച്ചിരിക്കുന്ന കണ്ടുപിടിക്കണം. നീ ഇരുന്ന് ആലോചിക്ക്. എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അപ്പൊ തന്നെ എന്നെ വിളിച്ചാ മതി. നമുക്ക് കാണാം. ബൈ ബൈ. ഒന്ന് നിൽക്കൂ. ലഡു സിംഗിനെ മനസ്സിലാക്കാനായിട്ട് ഇത് അത്രയും നിസ്സാരമായ കാര്യമല്ല. ഇതിൽ എന്തോ ഒരു കള്ളക്കളി ഉണ്ടെന്ന് തീർച്ച. നീ പറഞ്ഞ സ്ഥലം നഗരത്തിന് പുറത്താണ്. അവിടെ ബ്ലാസ്റ്റ് ചെയ്താൽ അത്രയൊക്കെ ഒന്നും വരില്ലെന്നേ. ഇതിൽ എന്തോ ഒരു ചതി നടക്കുന്നുണ്ട്. ചിറ്റപ്പൻ ചിറ്റമ്മയ്ക്ക് എന്തിനാ സ്വർണ്ണ ബിസ്ക്കറ്റ് കൊടുത്തത്? അതും വെള്ളി സ്പൂണിൽ വാരി കൊടുത്തുന്നാ പറയുന്നത്. ഇതിന്റെ ഇടയിൽ സ്വർണത്തിന്റെ ബിസ്ക്കറ്റ് എവിടെ നിന്ന് വന്നു? അപ്പൊ ഈ രഹസ്യം മുഴുവനും ഏതോ ഒരു സ്വർണ്ണ ബിസ്ക്കറ്റിലാണ് അടങ്ങിയിരിക്കുന്നത്. സ്വർണത്തിന്റെ ബിസ്ക്കറ്റ് എവിടെയാണാവോ ഉണ്ടാവുക? ചിലപ്പോ സ്വർണ്ണക്കടയില് കാണൂലോ, ചിലപ്പോ ബാങ്കില് കാണും. പറഞ്ഞത് വളരെ ശരിയാണ്. ഒരുപാട് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ ബാങ്കിലാണ് കാണാറ്. സൊനാരോ ഇവിടെ നിന്ന് ഒരുപാട് ദൂരെയാണ് ഉള്ളത്. അവിടെയാണ് ഒരുപാട് സ്വർണങ്ങൾ ഉള്ളത്. ഇനി സ്വർണ്ണ ബിസ്ക്കറ്റ് ഏത് ബാങ്കിലാണ് കാണാൻ സാധ്യത? ചിലപ്പോ ലഡു സിംഗ് സാറിന് അറിയാൻ പറ്റും. കാരണം പോലീസുകാർക്ക് എല്ലാ കാര്യവും അറിയാലോ. ലഡു സിംഗ് സാറേ, ഒരുപാട് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ എവിടെയാണ് കിട്ടുക? അതെ ശിവ, ഇവിടെ വേദാസിറ്റെ രക്ഷിക്കാൻ നോക്കുകയാണ്. ഇപ്പോഴാണ് നീ ബിസ്ക്കറ്റിനെ കുറിച്ച് അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കും വിശപ്പ് തോന്നുന്നുണ്ട്. നല്ല ബിസ്ക്കറ്റ് എവിടെയാ കിട്ടുക? ഞാൻ കഴിക്കുന്ന ബിസ്ക്കറ്റിന്റെ കാര്യമല്ല പറഞ്ഞത്, സ്വർണ്ണ ബിസ്ക്കറ്റിന്റെ കാര്യമാണ് ചോദിച്ചത്. അത് ഏറ്റവും അധികം ഏത് ബാങ്കിലാ കാണുക? സ്വർണ്ണ ബിസ്ക്കറ്റ് വേദാ സിറ്റി ബാങ്കിലാണ് ശിവ. കഴിഞ്ഞ മാസമാണ് 50 കിലോ സ്വർണത്തിന്റെ കൺസൈൻമെന്റ് അവിടെ വന്നിരിക്കുന്നത്. എന്നാൽ ലഡു സിംഗ് സാറേ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഭാഗത്തേക്ക് വന്നേക്കൂ. നിങ്ങളുള്ള സ്ഥലത്ത് ഒന്നും കാണില്ല. ആ കവിരാജ് നമ്മളെ പറ്റിച്ചിരിക്കുകയാണ്. മുഴുവൻ പോലീസ് ഫോഴ്സിനെയും വേദനഗരത്തിന്റെ പുറത്ത് വിട്ടിട്ട് ബാങ്കിൽ പോയി സൗകര്യമായിട്ട് അയാൾ മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങോട്ടാ പോകുന്നത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരൂ. അല്ല, ഈ ഡ്രൈനേജിന്റെ സ്ലാബ് ആരാണ് മാറ്റിയത്? ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. എന്തോ കുഴപ്പം കാണാൻ സാധ്യതയുണ്ട്. രേവാ,
വേദാസ് ബാങ്കിന്റെ ഗേറ്റിന്റെ അടുത്ത് ഒരു മാൻ ഹോൾ ഉണ്ട്. ഞാൻ അതിന്റെ താഴെ കൂടിയാണ് ബാങ്കിലേക്ക് പോകുന്നത്. കവിരാജ് ലുട്ടേര ഇവിടെ നിന്നും ഒരു വലിയ തുരങ്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ആ ബാങ്കിലേക്ക് ചെന്നെത്തും. ചിലപ്പോ ഈ സമയത്ത് അവൻ ബാങ്ക് കൊള്ളയടിക്കായിരിക്കും. നിങ്ങൾ എത്രയും പെട്ടെന്ന് ലഡ്ഡു സിംഗുമായിട്ട് ഉടനെ വരും. നിങ്ങളല്ലേ പറഞ്ഞത് ശിവ ഭയങ്കര മിടുക്കനാണെന്ന്. അവൻ ഉള്ളവരേക്കും വേദാനഗരത്തിൽ ഒരു കുറ്റകൃത്യം നടക്കില്ലെന്ന്. ഞാൻ അവനെ എന്റെ കവിതയുടെ വരയിൽ കുടുക്കിയില്ലേ? അവരൊക്കെ വെള്ളില പള്ളിയിൽ പോയി കിടന്ന് അന്വേഷിക്കുന്നുണ്ടാവും. മണ്ടന്മാര് തന്നെ. ഇത് കണ്ടോ, നമ്മുടെ ക്രൈം സമ്മതിച്ചേ പറ്റൂ. ഇനി 100 വർഷം പരമ സുഖമായിട്ട് ജീവിക്കാം. അപ്പൊ നീ എന്റെ കവിതയുടെ വരയില് വീടില്ലല്ലേ? നിന്നെ പോലൊരു കുട്ടിയെ എന്റെ തള്ളവരെ കൊണ്ട് ഞെരടിച്ച് കളയാനേ ഉള്ളൂ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ഓ, അപ്പൊ കുട്ടിയെ കുട്ടി ഇതല്ലാതെ എന്ത് കോപ്പെന്നാ വിളിക്കുന്നേ? ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എനിക്കറിയാട്ടോ. എന്നാൽ ഇന്ന് മുതൽ ഇനി നീയും കാണത്തില്ല, നിന്റെ ഈ പേരും കാണത്തില്ല. ഇവിടെ എന്തുവാടേ കല്യാണ സത്യം വിളമ്പുന്നോ? എണീക്കാ. പിടിക്കവനെ. Left, right, left, right, left, right, left. നിങ്ങളെല്ലാവരും പോലീസ് 4 ഭാഗത്തും വളഞ്ഞിട്ടുണ്ട്. നിർത്തിക്കോ. ലഡ്ഡു സിംഗിന്റെ ഒരു തമാശ കേട്ടില്ലേ? എന്തായാലും ഇവിടെ വരെ വന്നില്ലേ? ശരിക്കും ഞാനൊന്ന് വിരുന്ന് തന്നേക്കാൻ കേട്ടോ. അവിടെ നിൽക്കണോ? അവിടെ നിൽക്കാനാ പറഞ്ഞേ. എടോ, താൻ എന്തായി കാണിക്കുന്നത്? ഞാൻ താഴെ വീഴും. ഹലോ അങ്കിൾ, ഇത്രയും പെട്ടെന്ന് എന്നെ ഉപേക്ഷിച്ചിട്ട് പോവാൻ പറ്റില്ല. നിന്നെ ശരിക്കൊന്ന് പെരുമാറിട്ടല്ലാതെ ഇവിടുന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ശരി, നിനക്കിട്ട് ശരിക്കും ഒരു ആപ്പ് തന്നിട്ട് എന്റെ ബാക്കി കാര്യം.
എന്നെ വെറുതെ വിട്ടേക്ക്. ഇനി നിനക്ക് എന്റെ കവിത കേക്കാം. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ജയിലിലേക്ക് പോയി നിന്നെ കൊണ്ട് ഞാൻ ഉണ്ടാക്കും സാമ്പാർ. ഒരു കവിത ഞാനും കേൾപ്പിക്കാട്ടോ. കൊള്ളയടിച്ചവന്റെ നടുവൊടിഞ്ഞു, കുഴിയിൽ താൻ തന്നെ വീണു. ബാങ്കിൽ നിന്നും മോഷ്ടിച്ച കള്ളൻ ജയിലിൽ പോയി കഴിയേണ്ടി വരും. ഉപ്പില്ലാത്ത കഞ്ഞി കുടിക്കേണ്ടി വരും. എല്ലാ ജോലികളും ചെയ്യേണ്ടി വരും. അഴുന്ന വെള്ളം കുടിക്കേണ്ടി വരും. മതിയാക്ക്. എനിക്കിനി ഒന്നും കേക്കണ്ടേ. ജീവിതത്തിൽ ആദ്യമായിട്ട് ജയിലിൽ പോവാ, അതും ഈ ശിവ കാരണമാണ്. Watch India's largest kids library only on Jio Hotstar. Download the app now.